ഹലോ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് എൻ്റെ കുറേ നാളത്തെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലേക്കുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ഹിഡൻ കഫേ, എടപ്പള്ളിയിലുള്ള ഹിഡൻ കഫേയിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ റീല് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് അവരുടെ ആംബിയൻസ്, അവരുടെ കൺസ്ട്രക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ ഒരു വേറൊരു രീതിയിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് കഫേ വരുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് കഴിക്കാം. രണ്ട് സ്ഥലത്തും നമുക്കിരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ എനിക്ക് അവിടെ എത്തിയപ്പോൾ ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ ഒന്നും അറിയാത്തൊരവസ്ഥയായി. കാരണം അത്ര നല്ല സ്ഥലങ്ങളും സ്പോട്ടുകളും ഉള്ളത്. ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് ചായ കുടിക്കാം പുറത്തൊക്കെ വന്നിരുന്നിട്ട്. അത് മഴയൊക്കെ പെയ്തിട്ട് ആ ഒരു ഭംഗിയും കൂടി ഉണ്ട് അതിന്. ഇതിന് വേറൊരു എൻട്രൻസും കൂടി ഉണ്ട് കേട്ടോ, 2 എൻട്രൻസും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് അവരുടെ സ്വീറ്റ് തായ് ചില്ലി ചിക്കൻ എന്നുള്ള സംഭവമാണ്. അത് വേറൊരു ടേസ്റ്റ് ആട്ടോ, നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു പ്രത്യേക ടേസ്റ്റാണ് അത്. മയോണൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇവരുടെ ടിബറ്റൻ നൂഡിൽസ്, ഈ നൂഡിൽസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ടേസ്റ്റൊന്നുമില്ലാന്ന്, പക്ഷേ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ ഈ 4 ഫുഡ് ഓർഡർ ചെയ്തതിൽ തുറന്ന് പറയാൻ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ അത്. കാരണം എനിക്ക് കുറച്ച് കളറൊക്കെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ ചോക്ലേറ്റ് ഫഡ്ജ് ട്രൈ ചെയ്തു. ചോക്ലേറ്റ് ഫഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൽ അവർ വിപ്പിംഗ് ക്രീം തേച്ച് അവരത് കുറച്ച് ഹെവി ആയിട്ട് തരികയാണ്, കാരമലൊക്കെ ഒഴിച്ചിട്ട്. ഭയങ്കര മധുരമാണത്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഓക്കെയാണ്, പക്ഷേ എനിക്ക് പെട്ടെന്ന് മടുത്തു. കാരണം കുറച്ചധികം അത് ഇത്തിരി ഹെവിയാണ് സാധനം. ഞാൻ അവരുടെ മെനു കണ്ടപ്പോൾ ഞാൻ ഇത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ പിന്നെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചോക്ലേറ്റ് സോസ് ഒഴിച്ച് വേണം കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ അവരുടെ കാരമൽ പുഡിംഗ് ഓർഡർ ചെയ്തു. കാരമൽ പുഡിംഗ് ഞാൻ നല്ല അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് പോയതാണ്. പക്ഷേ ഇറ്റ്സ് നോർമൽ കാരമൽ പുഡിംഗ് ആണ്. നോർമൽ ഒരു പുഡിംഗ്, അതിൽ എക്സ്ട്രാ എന്ന് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ഇവരുടെ ആംബിയൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ കപ്പിൾ സ്പോട്ടും കൂടിയാണ്. കപ്പിൾസിനൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. കോളേജ് പിള്ളേർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട്. അത് നമുക്കിങ്ങനെ കണ്ട് മതിയാവാത്തൊരു പോലെ തോന്നും. കാരണം ഓരോ സ്പോട്ടും ഓരോ രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലം, നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പോട്ട് വരുന്നത് എടപ്പള്ളി 377 പില്ലറിൻ്റെ ഓപ്പോസിറ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.